കൺഫേം വർക്ക് ഏരിയ. ഞാനിങ്ങനെ ഓഫീഷ്യലായിട്ട് തൃശ്ശൂർക്കാരനായിരിക്കുകയാണ് ഗൈസ്. നമ്മളെ ഹായ് ഹലോ ഫ്രണ്ട്സ്, സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കോഴിക്കോടിനോട് വിട പറഞ്ഞ് അടുത്ത സോണിലേക്ക് വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തൃശ്ശൂരാണ്. പൂരങ്ങളുടെ നഗരമായ തൃശ്ശൂരിലേക്ക്, സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കോഴിക്കോടത്തെ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ദിവസം അല്ലായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ ഞാൻ കോഴിക്കോട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മാസത്തോളം ഞാൻ താമസിച്ച ബെഡാണ്. ഞാൻ ബെഡിനോട് വിട പറയുകയാണ്. ബെഡ് ടാറ്റ എല്ലാം പാക്ക് ചെയ്ത് നമ്മളെ സൊമാറ്റോ ബാഗിലാണ് എല്ലാ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സാധനങ്ങൾ. പിന്നെ ഇത് ഭയങ്കര മൾട്ടിപ്പർപ്പസാണ് കേട്ടോ. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നല്ല സ്പേസാണ് ഇതിൽ, ഒരുപാട് സാധനങ്ങളുള്ളൂ. എൻ്റെ റെയിൻ കോട്ട് തന്നെ വലുതാണ്, അതൊക്കെ ഇതിൽ ഈസി ആയിട്ട് കൊണ്ട്. പക്ഷേ ഇത് വെക്കാൻ സ്ഥലമില്ല, ഇത് ഞാൻ ബൈക്കിൽ തന്നെ വയ്ക്കും. ഇത് റെയിൻ കോട്ടിൻ്റെ പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റൂം. ഇപ്പോൾ 2 പേരും കൂടെ വന്നിട്ടുണ്ട് പുതിയതായിട്ട്, 2 ദിവസമായിട്ടേ ഉള്ളൂ. കുറച്ച് നാൾ ഞാൻ ഈ സിംഗിൾ റൂമായിട്ടായിരുന്നു, കുറച്ച് ആൾ ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പം 2 പേര് 2 ദിവസമായിട്ടേ ഉള്ളൂ വന്നിട്ട്. അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു, അയാളെ ബെഡ് ഇവിടെയാണെങ്കിൽ അയാൾ കിടക്കുന്ന ഹാളിലാണ് കേട്ടോ. അയാളെ ബെഡ് ഇതാണ്. ടോട്ടലി പറഞ്ഞാൽ ഞാൻ കുറേ ആൾ ഒറ്റയ്ക്ക് ആയിരുന്നു. ഒരു സിംഗിൾ റൂമായിരുന്നു, സൂപ്പർ റൂമായിരുന്നു കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ചൂട് പൊതുവേ ഈ ഭാഗത്ത് കുറവാണ്. അതുകൊണ്ട് അപ്പുറത്തൊക്കെ ഈ മരങ്ങളാണ്. സിറ്റി തൊട്ടപ്പുറത്തുമാണെങ്കിലും ഒഴിഞ്ഞ പ്രദേശത്താണ്, അപ്പം ഫുള്ള് മരങ്ങളാണ്. ചൂട് അധികം ഇല്ലാത്ത ഒരു ഏരിയ ആണ്. നല്ല അടിപൊളി ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഹോസ്റ്റലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ, എന്തായാലും ഷോർട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. കുറച്ചൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു ഹോസ്റ്റലായിരുന്നു. എറണാകുളത്ത് ഞാൻ കിടന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗമാണ് ഉണ്ണി, സ്വർഗം. അങ്ങനെ 3 മാസത്തോളം താമസിച്ച എൻ്റെ ഹോസ്റ്റലെ എന്നോട് വിടാം. ബൈ. എന്താണെന്ന് അറിയത്തില്ല, കോഴിക്കോട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കേട്ടോ. 1 മാസം വർക്ക് ചെയ്യാൻ വന്നതാണ്, 3 മാസമായി. നമുക്കെന്തായാലും ഹോസ്റ്റലിനോടൊക്കെ വിട പറഞ്ഞ് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ NH 66 പ്രവേശിച്ചിട്ടുണ്ട്. തൊണ്ടയാട് നിന്നാണ് നമ്മൾ കയറുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ അങ്ങനെ നമ്മൾ തൃശ്ശൂരേക്ക് പോകുന്ന വഴിയിൽ കുറ്റിപ്പുറം, ആ കാണുന്നത് കുറ്റിപ്പുറം പാലമാണ് കേട്ടോ. ഇത് ഭാരതപ്പുഴയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇറങ്ങി റെസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഭയങ്കര വെയിലും. അതുകൂടാതെ നാഷണൽ ഹൈവേയുടെ NHൻ്റെ വർക്കിൻ്റെ 2 വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ച് തൊണ്ട പോയി. നല്ല വെയിലുണ്ട്. ഇവിടെ കുറേ നേരമായി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സൂപ്പർ സ്ഥലം കേട്ടോ. അത് ആ കാണുന്നതാണ് കുറ്റിപ്പുറം പാലം കേട്ടോ. മറ്റേ ആർച്ച് രൂപത്തിലുള്ള പാലം, അതിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. അതോറിറ്റിയുടെ പുതിയ പമ്പ് ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് പ്രവർത്തനം തുടങ്ങിയില്ല, അതിൻ്റെ പൈപ്പാണ്. എന്ത് വലിയ പൈപ്പാണ്. ഇതങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടില്ല, അവിടം വരെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ പണി കഴിഞ്ഞു. പുതിയ കെട്ടിടമാണ് കേട്ടോ. ഇവിടെ കുറച്ച് തമിഴ് ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. അവിടെ വഴി വെച്ചിട്ടുണ്ട്. വലിയ അപകടമാണ്, അടിയൊഴുക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇരിക്കാൻ അടിപൊളി രസമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റ്, നല്ല മരങ്ങൾ, നല്ല തണൽ, തിരക്കില്ല, ബഹളമില്ല, ഒന്നുമില്ല. അതാണ് കുറ്റിപ്പുറം പാലം. അവിടെ നിന്ന് തൃശ്ശൂർ പോകുന്ന വഴി കുറച്ച് മുമ്പോട്ട് പോകുമ്പം ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി. എന്താണ് കെൽട്രോൺ പാർക്കോ അങ്ങനെ കണ്ടൊരു സ്ഥലം. ഇവിടെ ഇരിക്കാൻ വലിയ സെറ്റപ്പൊന്നുമില്ല, പക്ഷേ ഇതേപോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇരിക്കാം. ഇപ്പോൾ സമയം ഇപ്പം 4 മണി കഴിഞ്ഞ്. നമ്മളെന്തായാലും ഇന്ന് തൃശ്ശൂർ പോയിട്ട് നമ്മളവിടെ ഒരു റൂം എടുക്കുകയാണ്. റൂമല്ലെങ്കിൽ ഡോർമെട്രി എടുക്കുകയാണ് കേട്ടോ. കഴിയും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ തൊട്ട് ഹോസ്റ്റൽ അന്വേഷിച്ച് ഇറങ്ങാനാണ് പരിപാടി. അത് ഒരു ചടങ്ങാണ്. അങ്ങനെ നമ്മൾ കുന്നംകുളത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ദൂരം കൂടെ ഉണ്ട് തൃശ്ശൂരിലേക്ക്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കണം കേട്ടോ. അങ്ങനെ ഞാൻ സോഫ സിറ്റിയിലെത്തി, തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്ന് കാണണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സോഫ സിറ്റിയിലേക്ക് കയറുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട് സോഫ സിറ്റിയെക്കുറിച്ച്. അപ്പോൾ എന്താണ് ഇതിനകത്ത്? ജസ്റ്റ് നമുക്ക് വേറൊരു ദിവസം ഇതെല്ലാം വന്നൊന്ന് കാണണേ, സോഫ സിറ്റിയൊക്കെ.
അങ്ങനെ പിറ്റേ ദിവസമായി ഇവിടെ ഹോസ്റ്റലിൽ ഞാൻ തപ്പി എൻ്റെ ഉപ്പാട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ കണ്ട എല്ലാ ബസ് സ്റ്റാൻഡിലൊക്കെ ചെക്ക് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടീസ് ഉണ്ടല്ലോ ഹോസ്റ്റലിന് PGയുടെ ഒക്കെ നോട്ടീസ് ഇവിടെ ഇല്ല, കാണാനില്ല. 1-2 കണ്ടത് ലേഡീസിൻ്റെ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഗൂഗിൾ മാപ്പിൽ തപ്പി അങ്ങനെ 1-2 അടുത്ത് വിളിച്ചത് ശരിയാവില്ല. ഒരിടത്ത് വിളിച്ചപ്പോൾ ഫുഡ് സഹിതം 9,000 രൂപ പറഞ്ഞു, ഫുഡില്ലാതെ 5,500. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 15 ദിവസം മതി എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞ് അപ്പോൾ ഡെയിലി ആയിട്ടായിരിക്കും കൂട്ടുന്നത്, 15 ദിവസത്തേക്ക് 6,000 രൂപ ആവണം, 6,000 രൂപ ആവുമെന്ന് പറഞ്ഞു. തൃശ്ശൂർ വന്ന് ഹോസ്റ്റൽ തപ്പി എൻ്റെ ഊപ്പാട് വന്നു. ഇപ്പം ഇവിടെ ഒരു ജൂബിലി റൂം സ്റ്റേ ഉണ്ട്, അപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ റൂം സെറ്റായിട്ട് വേണം എനിക്ക് സോൺ ചേഞ്ച് ചെയ്യാൻ. അതായത് റൂം സെറ്റായി പൈസ കൊടുക്കുന്നതിന് മുമ്പ് വേണം സോൺ ചേഞ്ച് ചെയ്യാൻ. പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് സോൺ ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറയാൻ പറ്റൂലേ. അപ്പോൾ സോൺ ചെയ്ത് കഴിഞ്ഞിട്ട് റൂം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഉറപ്പിച്ചിട്ട് വേണം സോൺ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ റൂം സെറ്റായിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ ഹോസ്റ്റലിൽ കിട്ടാൻ ഒരുപാട് ബെറ്റ്. ഇതിപ്പം 2 ഷെയർ അങ്ങനെ റൂം. ഇത് അടിപൊളി ഒരു ഹോസ്റ്റലാണ് കേട്ടോ. ഭയങ്കര സിസ്റ്റമാറ്റിക് നടക്കുന്ന ഒരു ഹോസ്റ്റലാണ്. ഹോസ്റ്റലിനെ കുറിച്ച് നാളത്തെ വീഡിയോയിൽ ഒഫീഷ്യലായിട്ട് ഞാൻ എന്തായാലും പൈസ കൊടുത്ത് ഞാനിത് ചേഞ്ച് ചെയ്യാൻ മറന്നു. ഇനി നമുക്ക് ഒഫീഷ്യലായിട്ട് ഞാൻ തൃശ്ശൂരിലേക്ക് മാറാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഈ കുറച്ച് നാളത്തേക്ക് തൃശ്ശൂർക്കാരനാവാൻ പോവുകയാണ്. നമ്മൾ ഇത് മാറേണ്ടത് ഹെൽപ്പ് സെൻറ്റർ എടുക്കുക. ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡും കൂടെ കാണിക്കാം. നമ്മൾ സെറ്റിങ്സ് എടുത്ത് ആപ്പ് ഓപ്പൺ ചെയ്ത് മുകളിൽ നമ്മളെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഹെൽപ്പ് സെൻറ്റർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉണ്ട്, ചേഞ്ച് വർക്ക് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ സെലക്ട് ചെയ്യുക. തൃശ്ശൂർ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് തൃശ്ശൂർ സെൻട്രൽ ടൗൺ ആണല്ലോ കൊടുക്കുക. കൺഫേം വർക്ക് ഏരിയ. ഞാനിങ്ങനെ ഒഫീഷ്യലായിട്ട് തൃശ്ശൂർക്കാരനായിരിക്കുകയാണ് ഗൈസ്. നമ്മളെ സ്ഥലം തൃശ്ശൂരായി. നമ്മളെ ഡീറ്റെയിൽസ് എൻ്റെ ഇവിടെ കാണാൻ പറ്റും. തൃശ്ശൂർ സെൻറ്ററാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സോണിനകത്താണോ? അതാ സോണിനകത്ത് തന്നെയാണ് ഞാൻ. ഇത്രയും വലിയ ഇതാണല്ലോ. കോഴിക്കോട് 4 എണ്ണം ഉണ്ടായിരുന്നു, 4 സോണും കൂടെ ചേർത്തിട്ടാണ്. ഇവിടെ ഒറ്റ സോണേ ഉള്ളൂ, പക്ഷേ അത് വലിയ സോണാണ്. ഞാൻ സോണിനുള്ളിൽ തന്നെയാണ് കേട്ടോ എൻ്റെ റൂം. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഹായ് അങ്ങനെ ഹോസ്റ്റലിൽ കിട്ടി. എൻ്റെ അമ്മ ഹോസ്റ്റലിൽ ടച്ചിന് ബുദ്ധിമുട്ടി, പക്ഷേ കിട്ടിയത് ഒരു ഓളം. അടിപൊളി ഹോസ്റ്റലാണ് കേട്ടോ. നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന അടിപൊളി ഹോസ്റ്റലാണ്. ഹോസ്റ്റലിനെ കുറിച്ച് നാളെ ഹോസ്റ്റലിനെ കുറിച്ച് തുടക്കത്തിൽ ഹോസ്റ്റൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹോസ്റ്റലിൽ വന്ന് എന്തൊരു സന്തോഷമായില്ല. കിട്ടിയത് എന്തായാലും നല്ലൊരു ഹോസ്റ്റലാണ്. ഒരാളും കൂടെ ഉണ്ട്, പുള്ളി വന്നിട്ടില്ല. മറ്റേതിൽ രണ്ടെണ്ണമാണുള്ളത്, 2 പേരാണുള്ളത്. അപ്പോൾ ഞാനെന്തായാലും ഓഫീസിലായിട്ട് സോണൊക്കെ ചേഞ്ച് ചെയ്ത് നാളെ തൊട്ട് വർക്കിന് ഇറങ്ങാം. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് കോഴിക്കോടത്തെ കാഴ്ച കാണാം. അപ്പോൾ ബൈ. കോഴിക്കോട് തൃശ്ശൂരത്തെ കാഴ്ച കാണാം.